നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിവാദമായ മാറാട് പരാമർശത്തിൽ ജമാഅത്തെ ഇസ്ലാമി അയച്ച വക്കീൽ നോട്ടീസിനോട് പ്രതികരിച്ച് മുതിർന്ന CPM നേതാവ് AK ബാലൻ. മാപ്പ് പറയാനോ നഷ്ടപരിഹാരം നൽകാനോ മനസ്സില്ല. കേസും കോടതിയും ജയിലും ഉത്തരിയല്ലെന്നും വക്കീൽ നോട്ടീസിലെ ആക്ഷേപങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും AK ബാലൻ. മലയാള ഭാഷാ ബിൽ സംബന്ധിച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രസ്താവന അപകടകരമെന്ന് മന്ത്രി MP രാജേഷ്. ബിൽ ഭാഷാ ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന പ്രസ്താവന സിദ്ധരാമയ്യ തിരുത്തണം. ബുൾഡോസർ രാജിനെതിരെ കേരളം പ്രതികരിച്ചതിൻ്റെ പ്രതികാരമാണ് കർണാടക മുഖ്യമന്ത്രിയുടെ പരാമർശമെന്നും MP രാജേഷ്. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഉയർന്ന താമര വിവാദത്തിന് പരിസമാപ്തി. ഒരു വേദിക്ക് താമര എന്ന് പേരിട്ടു. കുട്ടികളുടെ പരിപാടിയായതുകൊണ്ട് കലോത്സവം മികച്ച രീതിയിൽ നടക്കണമെന്നും ഇക്കാര്യത്തിൽ വഴക്കിനും വെല്ലുവിളിക്കുമില്ലെന്നും മന്ത്രി V ശിവൻകുട്ടി. തീരുമാനത്തെ സ്വാഗതം ചെയ്ത് BJP. വാർത്തകൾ വിശദമായി. മാറാട് കലാപത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ മാപ്പ് പറയാനില്ലെന്ന് മുൻ മന്ത്രി AK ബാലൻ. ഇത് സംബന്ധിച്ച് തനിക്കെതിരെ അയച്ച വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വസ്തുതാവിരുദ്ധമെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും AK ബാലൻ പറഞ്ഞു. കേസും കോടതിയും പുത്തരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കെതിരെ അയച്ച വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്നും തന്നെയും പാർട്ടിയെയും പൊതുസമൂഹത്തിനു മുന്നിൽ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടി പരപ്രേരണയിൽ ഗൂഢ ഉദ്ദേശത്തോടെ കെട്ടിച്ചമച്ചതാണെന്നും AK ബാലൻ പറഞ്ഞു. കേസും കോടതിയും തനിക്ക് പുത്തരിയല്ല. ഭരണഘടനാപരമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നയാളാണ് താനെന്നും AK ബാലൻ കൂട്ടിച്ചേർത്തു. നോട്ടീസിൽ ആവശ്യപ്പെട്ടതുപോലെ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ താൻ ഒരുക്കമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തനിക്കെതിരെയുള്ള വിവാദത്തിലൂടെ താനൊരു ന്യൂനപക്ഷ വിരുദ്ധ മനസ്സിൻ്റെ ഉടമയാണെന്ന് വരുത്തുന്നതിനുള്ള ശ്രമമുണ്ട്. ആകർഷകമായൊരു പ്രൊഫൈൽ ജീവിതം ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനത്തിനിറങ്ങിയ വ്യക്തിയാണ് താൻ. 60 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടെ ഒരു ആക്ഷേപവും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടില്ല. തൊഴിലാളി വർഗത്തോടുള്ള പ്രതിബദ്ധതയും പാർട്ടിയോടുള്ള വിശ്വാസ്യതയും സംരക്ഷിച്ചുകൊണ്ടാണ് ഇന്നും ജീവിക്കുന്നത്. പൊതുസമൂഹത്തിൽ ഇന്നേ വരെ മതനിരപേക്ഷതയ്ക്ക് എതിരായോ മതന്യൂനപക്ഷ വിരുദ്ധ സമീപനമോ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. തനിക്കെതിരെ നോട്ടീസ് അയച്ച സംഘടനയുടെ മതപരമായ നയമെന്താണെന്ന് പ്രഖ്യാപിക്കണം. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് താൻ നൽകിയ മറുപടിയിലെ ജമാഅത്തെ പരാമർശം മാത്രം പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് അത് വിവാദമാക്കി. തൻ്റെ പ്രതികരണം തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ തെറ്റായ വ്യാഖ്യാനം നൽകി പ്രചരിപ്പിച്ചു. ഇതിനുള്ള മറുപടി മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. വർഗീയതയ്ക്കെതിരെ ശബ്ദമുയർത്തുക മാത്രമേ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൂ. ആരെയും അപമാനിക്കുന്ന വിമർശനം നടത്തിയിട്ടില്ലെന്നും AK ബാലൻ പറഞ്ഞു. നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത് 1 കോടി രൂപ കോമ്പൻസേഷനാണ്. പിന്നെ നിരവാധിക മാപ്പ്, പിന്നെ അനുബന്ധ ചെലവ്. ആദ്യമായിട്ട് ഞാൻ പറയുക, അതൊന്നും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അതിന്റെ ഭാഗമായി ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് ജയിലിൽ പോകും. അതുകൊണ്ട് കേസും കോടതിയും എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ആശയം പറയുന്നതും രാഷ്ട്രവും ജനങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന ആപത്തും ശങ്കയും തുറന്നുകാട്ടുന്നതും അപകീർത്തിപ്പെടുത്തലോ അപമാനിക്കലോ ആക്ഷേപിക്കലോ അല്ല. അത് ചരിത്രത്തിലെ കറുത്ത പാടുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പാണെന്നും AK ബാലൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലയാള ഭാഷാ ബില്ലുമായി ബന്ധപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ട്വീറ്റ് അപകടകരമെന്ന് മന്ത്രി MP രാജേഷ്. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുമേൽ മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നതാണ് ബില്ലെന്ന പരാമർശം നിർഭാഗ്യകരമെന്നും മന്ത്രി MP രാജേഷ്. കേരള നിയമസഭ ഐകകണ്ഠേന പാസാക്കിയതാണ് ബിൽ. ഭരണഘടനയ്ക്ക് പൂർണ്ണമായും വിധേയമായാണ് ബില്ലുള്ളത്. സംഘപരിവാറിനെ പോലെ കോൺഗ്രസും വിദ്വേഷത്തിന് ശ്രമിക്കുകയാണെന്നും ബുൾഡോസർ രാജിൽ വീട് തകർത്തതിൽ കേരളം പ്രതികരിച്ചതിൻ്റെ പ്രതികാരമാണിതെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. സിദ്ധരാമയ്യ പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് എന്ത് നിലപാടാണുള്ളതെന്ന് വ്യക്തമാക്കണം. അപകടകരമായ പ്രസ്താവന പിൻവലിക്കാൻ സിദ്ധരാമയ്യ തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഇടപെടണമെന്നും MP രാജേഷ് ആവശ്യപ്പെട്ടു. സമാനമായ നിലയിൽ കേരളത്തിനെതിരായ വിദ്വേഷ പ്രചരണത്തിന് കോൺഗ്രസ് നേതാവ് കൂടിയായ സിദ്ധരാമയ്യ ഇപ്പോൾ നേതൃത്വം കൊടുക്കുകയാണ്. സംഘപരിവാറിൻ്റെ അതേ ശൈലിയിൽ അതിനെക്കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണം, അവരുടെ നിലപാട് വ്യക്തമാക്കണം. സിദ്ധരാമയ്യ അത് തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് അത് തിരുത്തിക്കണം.
സംഘപരിവാർ മാതൃകയിൽ കേരളത്തെ അധിക്ഷേപിക്കാൻ, കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നതിനെതിരെ ശക്തമായിട്ടുള്ള വികാരമുയർന്നു വരിക തന്നെ ചെയ്യും. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരു വേദിക്ക് താമര എന്ന് പേര് നൽകി. കുട്ടികളുടെ പരിപാടി ആയതുകൊണ്ട് കലോത്സവം മികച്ച രീതിയിൽ നടക്കണമെന്നും ഇക്കാര്യത്തിൽ വഴക്കിനും വെല്ലുവിളിക്കുമില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തീരുമാനത്തെ സ്വാഗതം ചെയ്ത് BJP. തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 15ാമത് വേദിയുടെ പേരാണ് താമര എന്നാക്കിയത്. BJP പ്രതിഷേധം കണക്കിലെടുത്താണ് തീരുമാനം. കുട്ടികളുടെ പരിപാടിയാണിതെന്നും കലോത്സവം മികച്ച രീതിയിൽ നടക്കണമെന്നും വഴക്കിനും വാക്കേറ്റത്തിനുമില്ലെന്നും ഇതേക്കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. വേദി നമ്പർ 15 ഡാലിയ എന്നുള്ളത് മാറ്റി താമര നടന്നിട്ടുണ്ട്. അതിന് താമര ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യമുണ്ട്, ഉയർന്നു. ഇതിലൊരു വിവാദ ചർച്ചയ്ക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. യുവജനോത്സവം നന്നായി നടന്നുപോട്ടെ. കഴിഞ്ഞ വർഷം പ്രോഗ്രാമിൽ ഇതില്ലായിരുന്നു. കഴിഞ്ഞ വർഷം കൊണ്ട് നേരത്തെ ഒടുവിൽ നടന്ന യുവജനോത്സവം ഉണ്ടല്ലോ, അതിൽ ഒഴിവാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടായിരുന്നു അതാണ് ഉദ്യോഗസ്ഥന്മാർ റിപ്പീറ്റ് ചെയ്തത്. അതൊരു പ്രതിഷേധം പോലെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു യുവജനോത്സവം പ്രതിഷേധത്തിൽ നടത്തേണ്ടതല്ല. 14,000 പേരെ നമ്മുടെ കൊച്ചു മക്കളാണ് വരുന്നത്. വഴക്കും വക്കാലത്ത് നടത്തേണ്ട കാര്യമല്ല. സ്കൂൾ കലോത്സവ വേദിക്ക് ഒടുവിൽ താമരയുടെ പേര് നൽകാൻ സർക്കാർ തീരുമാനിച്ചത് സ്വാഗതാർഹമാണെന്ന് BJP മേഖലാ പ്രസിഡന്റ് A. നാഗേഷ് പറഞ്ഞു. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എടുത്ത നിലപാടിനെ നാഗേഷ് അഭിനന്ദിച്ചു. എന്തായാലും കേരള കലോത്സവം നല്ല രീതിയിൽ നടക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഈ നീക്കത്തെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സാംസ്കാരിക തലസ്ഥാനത്ത് നടക്കുന്ന കേരളോത്സവം എന്തായാലും കേരളത്തിൽ ഏറ്റവും നല്ലൊരു വേദിയായി തൃശൂർ മാറട്ടെ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിന് വിദ്യാഭ്യാസ മന്ത്രി എടുത്ത ആ തീരുമാനത്തെ BJP സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാവിധ പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടി അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കരകല്ലൂരിൽ നടൻ പ്രായമായ ഞാറ്റടികൾ അജ്ഞത നശിപ്പിച്ചതിൽ പ്രതിഷേധവുമായി കർഷകർ. മങ്കരകല്ലൂർ അരങ്ങാട് പാടശേഖരത്തിലെ 6 കർഷകരുടെ ഞാറ്റടികളാണ് കഴിഞ്ഞ ദിവസം പൂർണ്ണമായും നശിപ്പിച്ചത്. അരങ്ങാട് പാടശേഖരത്തിലെ A. രാമകൃഷ്ണൻ, AV രവി, PA അബ്ദുൾ റഹിമാൻ, അപ്പുകുട്ടൻ പറപ്പള്ള, B. കുട്ടി, കുട്ടൻ പറപ്പള്ള എന്നീ 6 കർഷകരുടെ ഞാറ്റടിയാണ് അജ്ഞാതർ നശിപ്പിച്ചത്. എന്നാൽ തൊട്ടു സമീപത്തെ ഞാറ്റടികൾക്കൊന്നും തന്നെ കേടുപാടുകളില്ല. സംഭവം നടന്ന വിവരം കൃഷി ഓഫീസറെ അറിയിക്കുകയും കൃഷിസ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നതായി കർഷകർ പറയുന്നു. ഉമ, ജ്യോതി, മട്ട എന്നീ വിത്തുകളുടെ ഞാറ്റടിയാണിത്. നെൽപ്പാടങ്ങളെല്ലാം പൂട്ടി നടേണ്ട സമയത്താണ് കർഷകർക്ക് ഇത്തരം തിരിച്ചടി നേരിട്ടത്. 28 ദിവസം പ്രായമായ ഞാറ്റടികളാണ് നശിപ്പിച്ചിട്ടുള്ളത്. ഞാറ്റടി നശിപ്പിച്ചതോടെ കൃഷിയിറക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് 6 കർഷകർ. ഇത്തരം നീചപ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മങ്കര പോലീസിനും ജില്ലാ കൃഷി ഓഫീസർ, മങ്കര കൃഷിഭവൻ എന്നിവർക്ക് പരാതി നൽകുമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ അറിയിച്ചു. സംഭവം അറിഞ്ഞതോടെ കർഷകർ തടിച്ചുകൂടി പ്രതിഷേധിച്ചു. കാരണം എല്ലാം പാവപ്പെട്ട കർഷകരാണ്. നിത്യതൊഴിലും പോവും, അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചേ ഉള്ളൂ. എല്ലാവർക്കും ഈ മാതിരി ഇത്രയും ഒരു ദയനീയാവസ്ഥ, ഇതിനൊരു പരിഹാരം ആരും പറഞ്ഞു തന്നതുമില്ല. എവിടെ പോകേണ്ടത്, ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് എന്താണ് ഇതിന് പ്രതിവിധി എന്നുള്ളതും പറഞ്ഞു തരാൻ ആളില്ല. അങ്ങേയറ്റം നിരാശയിലല്ല. വാർഡംഗം ആർ ശാലിനി, പാടശേഖര സമിതി കൺവീനർ PK സൈദലവി, പ്രസിഡന്റ് AC ഗംഗാധരൻ, AS സിദ്ദിഖ്, PK മുഹമ്മദ് അലി, PS മോഹൻദാസ്, AV രവി, PK രാജൻ, കനകലത എന്നിവർ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. നടപടിയുണ്ടായില്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് ഓഫീസുകൾക്ക് മുന്നിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ അത് കൃഷിക്കാർ പോയിട്ട് മങ്കര കൃഷിഭവനിൽ പോയി പറഞ്ഞു. കൃഷി ഓഫീസർ വന്ന് നോക്കുകയും ചെയ്തു. പക്ഷെ സാറൊന്നും അതിനൊരു വ്യക്തമായൊരു മറുപടി പറയാതെ ഇവിടുന്ന് പോവുകയും ചെയ്തത്. അപ്പോൾ ഇനി കർഷകർ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് കണ്ടം മുഴുവനും നിരത്തിയിട്ടുണ്ട്. എവിടെ നിന്ന് ഞാറ് കൊണ്ടുവന്ന് നടും, എന്ത് ചെയ്യുന്ന അറിയാണ്ട് എല്ലാവരും നല്ല വിഷമത്തിലിരിക്കുകയാണ്. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. നാളെ അവർ പരാതി കൊടുക്കണം, പോലീസ് സ്റ്റേഷനിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണമെന്ന്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സമൂഹത്തിൽ ഭിന്നിപ്പും സ്പർദ്ധയും വളർത്തുന്ന പ്രചാര വേലകളെയും പ്രവൃത്തികളെയും കരുതിയിരിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP. പാലക്കാട് IUML ജനപ്രതിനിധി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമുദായിക മതസ്പർദ്ധ വളർത്തൽ മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യമോ അജണ്ടയോ അല്ലെന്നും ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ജീവകാരുണ്യവും സേവന പ്രവർത്തനവുമാണ് ലീഗിൻ്റെ ലക്ഷ്യം. സേവന കാരുണ്യ പ്രവൃത്തികൾ ഇത്രമാത്രം നടത്തുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളില്ല.
ജനങ്ങൾ തന്ന വിജയം ജനങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കുന്നതിനൊപ്പം സ്വന്തം പാർട്ടിയുടെയും മുന്നണിയുടെയും അടിത്തറ വിപുലപ്പെടുത്താനും പരിശ്രമിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മുസ്ലിം രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളത് അതൊരു സാമൂഹിക പ്രതിബദ്ധതയാണ്. ഈ എല്ലാ പാർട്ടികളും ഒരുപാട് വിമർശനങ്ങൾ നമുക്കെതിരായിട്ട് ഉയർത്തിയിടാൻ ശ്രമിക്കാറുണ്ട്. കൃത്രിമമായ കാര്യങ്ങൾ കെട്ടിച്ചമച്ച് നമുക്ക് നേരെ ആരോപണം ഉന്നയിക്കാറുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾക്ക് വിധേയമാകാറുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നിസ്സാരത എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നമുക്ക് മറ്റൊരു സൽപ്പേരുണ്ട്. ആ സൽപ്പേര് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനം ചെയ്യുന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സലാം മാസ്റ്റർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ ഷംസുദ്ദീൻ MLA, CH റഷീദ്, കളത്തിൽ അബ്ദുള്ള, MA സമദ്, MM ഹമീദ്, PA തങ്ങൾ, KKA അസീസ്, പൊൻപാറ കോയക്കുട്ടി, PT മുഹമ്മദ്, സലാം മാസ്റ്റർ, റഷീദ് ആലായൻ, റഫീഖ് പാറക്കോട്ടിൽ, ജമീല ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 260-ലേറെ ജനപ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വോട്ടുകോഴ വിവാദം. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റി വടക്കാഞ്ചേരി MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് മാർച്ച് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. ഓട്ടുപാറയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് MLA ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തെ കച്ചവടവൽക്കരിക്കുന്ന, ജനാധിപത്യം അട്ടിമറിക്കുന്ന, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ മുഴുവൻ ഇല്ലാതാക്കുന്ന CPM-ന്റെ ശൈലി, ആ ശൈലി വടക്കാഞ്ചേരിയിൽ നടപ്പിലാക്കി എന്ന് പറയുമ്പോ നടപ്പിലാക്കാൻ നേതൃത്വം കൊടുത്തവർ CPM-ന്റെ ഉന്നത നേതാക്കന്മാരാണെന്ന് അറിയുമ്പോ ആ നേതാക്കന്മാരിൽ പ്രധാനി ഈ പ്രദേശത്തെ MLA ആണ്. അതിന് നേതൃത്വം കൊടുത്തവരെന്ന് അറിയുമ്പോൾ ഈ MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ അവസരം ഉണ്ടാക്കുന്നവർ ശരിയല്ല. അവസരം നിഷേധിക്കണം, അവിടെ പ്രവർത്തനങ്ങൾ തടയണം. അതാണ് ജനാധിപത്യ വിശ്വാസികൾ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം. ലക്ഷങ്ങൾ കൊടുത്ത് ജനാധിപത്യത്തെ അട്ടിമറിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈവശപ്പെടുത്തിയ KV നഫീസ രാജിവെക്കുക, CPM-ന്റെ കുതിരക്കച്ചവടത്തിനെതിരെ പ്രതിഷേധിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്രാധികാരത്തിലെ ഇടതുപക്ഷ സ്വാധീനം ഇല്ലാതായതോടെയാണ് രാജ്യം നവലിബറൽ ഉദാരവൽക്കരണത്തിലേക്ക് മാറിയതെന്ന് മന്ത്രി MB രാജേഷ്. കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് ആൻഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബാങ്കിംഗ് മേഖലയിൽ ഉൾപ്പെടെ പൊതുമേഖലകളിൽ നടക്കുന്നത് സ്വകാര്യവൽക്കരണത്തിന്റെ ബുൾഡോസർ രാജാണെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഒന്നാം UPA ഗവൺമെന്റിന് ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചു. ഇടതുപക്ഷമില്ലാത്ത രണ്ടാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഈ നയങ്ങൾക്കെല്ലാം വേഗം കൂടി. അന്ന് ഇന്ത്യയിലെ ഭരണവർഗത്തിന്റെ ഏറ്റവും വലിയ ആഹ്ലാദം ഇനി ഇടതുപക്ഷത്തിന്റെ ചങ്ങലകളിൽ നിന്ന് മോചിതമായ ഒരു സർക്കാരാണ്, അതുകൊണ്ട് വേഗത്തിൽ ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാവുന്നതാണ്. അതിനുശേഷം മൻമോഹൻ സിംഗും കോൺഗ്രസും കൂടി ഭരിച്ച് നൽകിയിരിക്കുന്നതുപോലെ അധികാരം നരേന്ദ്രമോദിയുടെ മുമ്പിൽ എത്തിച്ചു കൊടുത്തു. പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോ ഉത്തരേന്ത്യയിൽ ബുൾഡോസറുകൾ ഉരുട്ടുന്നത് പോലെ ഇന്ത്യയിൽ ധനകാര്യ മേഖലയിൽ ഉദാരവൽക്കരണത്തിന്റെ ബുൾഡോസറുകൾ ഉരുട്ടിക്കയറ്റുന്ന കാഴ്ചയാണ്. KGBU പ്രസിഡന്റ് N മീന അധ്യക്ഷത വഹിച്ചു. MLA A പ്രഭാകരൻ, CITU ജില്ലാ സെക്രട്ടറി M ഹംസ, BGBOU പ്രസിഡന്റ് അനൂപ്, കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി, P ശിവദാസ്, ദീപക് വിശ്വനാഥ്, K ഉദയഭാസ്കർ, P സൈതലവി, സജീവ വർഗീസ്, Y അശ്വന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ലേബർ കോഡ് വിഷയത്തിൽ സെമിനാറും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി തദ്ദേശ ഭരണം ശില്പശാല സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ AKG മന്ദിരത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ ശില്പശാല എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് ഈ വരുന്ന 5 വർഷക്കാലം കൗൺസിലർമാർ എങ്ങനെയാണ് ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്, അതുപോലെ ഭരണാധികാരികൾ എങ്ങനെയാണ് ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് മാത്രം പറയാൻ വേണ്ടി മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ജനപ്രതിനിധികളും പാർട്ടി സഖാക്കളാണ്.
അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് പാർട്ടിയുടെ ജനസ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുക എന്നതിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനം നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പ്രാദേശിക ഭരണവും സാമ്പത്തിക വികസനവും എന്ന വിഷയത്തിൽ KGPA CEO KB മദൻ മോഹൻ, നവകേരള കർമ്മപരിപാടിയും തദ്ദേശ സ്ഥാപനങ്ങളും എന്ന വിഷയത്തിൽ നവകേരള മിഷൻ പാലക്കാട് കോർഡിനേറ്റർ P. സൈദലവി എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. KSSPയും മങ്കര യൂണിറ്റ് 34 വാർഷിക സമ്മേളനം കണ്ണമ്പരിയാരം സ്കൂളിൽ നടന്നു. മങ്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ഷാജീബ് ഉദ്ഘാടനം ചെയ്തു. പല സേവനങ്ങളും നടത്തുന്നവരും ഇവിടെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ മോഹനൻ മാസ്റ്റർ ചിലപ്പോൾ എന്നെ അറിയില്ല. അദ്ദേഹം കിലയിലെ ജനപ്രതിനിധികൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന ഒരു മാഷ് കൂടിയാണ്. അത്തരത്തിൽ അതിനപ്പുറം ഇപ്പോൾ ബാലൻമാഷൊക്കെ 2016-17 റിട്ടയർമെൻ്റ് ആയെങ്കിലും അതിന് ശേഷം പഞ്ചായത്തിൻ്റെ ഓരോ പരിപാടികളിലും കൃത്യമായി എത്തുകയും അതുപോലെ ഓരോ വ്യക്തികളുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു സഹായി കൂടിയാണ് ബാലൻമാസ്റ്റർ. യൂണിറ്റ് പ്രസിഡന്റ് PP പ്രേമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. AN സഹദേവൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മങ്കര പഞ്ചായത്ത് ജനപ്രതിനിധികളെയും മാധ്യമപ്രവർത്തകൻ മെയ്തീൻകുട്ടിയെയും ആദരിച്ചു. ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി K. പാർത്ഥസാരഥി, KK കൗസല്യ, KM ബാലകൃഷ്ണൻ, MK ശിവദാസൻ, P. ഗംഗാധരപിള്ള, യൂണിറ്റ് സെക്രട്ടറി PI വേലായുധൻ, CM വിപിനൻ എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക സമിതി കൺവീനർ K. നന്ദനൻ മാസ്റ്റർ സ്വാഗതവും VK മുരളി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് മുൻപ് യൂണിറ്റ് പ്രസിഡന്റ് പ്രേമ ടീച്ചർ പതാക ഉയർത്തി. സ്കൂളിലേക്ക് ആവശ്യമായ ശുചീകരണ വസ്തുക്കളും മങ്കര പെൻഷൻ യൂണിറ്റ് പ്രധാന അധ്യാപികയ്ക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അതിജീവിക്കാം, കരുത്താർജിക്കാം എന്ന മുദ്രാവാക്യത്തോടെ കേരള അറബിക് ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് വിദ്യാഭ്യാസ സമ്മേളനം പറളി മുജാഹുദ്ദീൻ അറബിക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PP അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് അറബി ഭാഷാ പഠനം തന്നെ കോർണറൈസ് ചെയ്ത ഒരു കാലത്തായി, കമ്പാർട്ട്മെന്റ് ചെയ്ത ഒരു കാലത്തായി. വിശുദ്ധ ഖുർആനൊക്കെ ഇറങ്ങിയ ഭാഷയായതുകൊണ്ട് ഈ ഭാഷ സംസാരിക്കുന്നത് ഒരു പ്രത്യേക സമൂഹമാണ് എന്ന ബോധ്യത്തിൽ നിന്ന് ഇതൊരു പ്രത്യേക സമൂഹത്തിൻ്റെ മാത്രം വിശുദ്ധ ഭാഷയാണ് എന്ന ഒരു ധാരണയിൽ നിന്ന് ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ വെല്ലുവിളികളുണ്ട്. പക്ഷെ ആ ഒരു കാലത്തെ അന്നത്തെ നമ്മുടെ പൂർവികന്മാരുടെ ഇച്ഛാശക്തി കൊണ്ട് ഫെഡറേഷൻ റവന്യൂ ജില്ലാ സെക്രട്ടറി KMA ഹക്കീം അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. മുജാഹിദ്ദീൻ അറബിക് കോളേജ് പ്രിൻസിപ്പൽ NAM ഇസാഖ് മൗലവി, റവന്യൂ ജില്ലാ ട്രഷറർ PA റസാഖ്, ഷാറോൺ മാനേജിംഗ് ഡയറക്ടർ VA ഷാജഹാൻ, KATF ഓഡിറ്റർ T സൈദാലി പട്ടാമ്പി, റവന്യൂ ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് MTA നാസർ, മെക്ക ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് K ഉമ്മർ, ജില്ലാ വനിതാ വിംഗ് ജനറൽ കൺവീനർ ആയിഷ പറളി, റവന്യൂ ജില്ലാ സെക്രട്ടറി അസ്ലം കിളിറാണി തുടങ്ങിയവർ സംസാരിച്ചു. അതിജീവിക്കാം, കരുത്താർജിക്കാം എന്ന വിഷയം സംസ്ഥാന സെക്രട്ടറി TC അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി റഷീദ് പുതുക്കോട് സ്വാഗതവും M അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു. സമാപന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് AT സൈനുൽ ആബീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റിട്ടയർ ചെയ്ത അറബി അധ്യാപകരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലത്ത് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ടൗൺ കമ്മിറ്റി സമ്മേളനം നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി B. രാംപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നടന്നിട്ടുള്ള ജില്ലാ സമ്മേളനങ്ങളിൽ ഏറ്റവും അധികം സഖാക്കളുടെ പങ്കാളിത്തം കൊണ്ട് നിറഞ്ഞു നിന്ന സമ്മേളനം പാലക്കാട് ജില്ലാ സമ്മേളനമായി. ഏകദേശം 700ഓളം സഖാക്കൾ പങ്കെടുത്ത ഒരു സമ്മേളനമാണ്. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ താഴെ 14 ടൗൺ കമ്മിറ്റികളാണ് ഉള്ളത്. ഇത് 11ാമത്തെ ടൗൺ സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. ഇനി 3 സമ്മേളനം കൂടി ഇവിടെ നടക്കുവാനുണ്ട്. 14 ടൗൺ കമ്മിറ്റികളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ടൗൺ കമ്മിറ്റിയാണ് ഒറ്റപ്പാലം ടൗൺ കമ്മിറ്റി എന്ന് പറയുന്നതിൽ അതീതമായ സന്തോഷമുണ്ട്. കേരളത്തിലുള്ള 140 ടൗൺ കമ്മിറ്റികളിൽ ചില ടൗൺ കമ്മിറ്റികളിൽ ഇപ്പോൾ ഓഫിലേക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. CM കിഷോർ അധ്യക്ഷത വഹിച്ചു. N സുന്ദരൻ, സജീദ് മൊഹിയുദ്ദീൻ,
എം സുനിൽകുമാർ, KS വിമൽ, PT പ്രദീപ് കുമാർ, വിദ്യ K തമ്പി എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി CM കിഷോർ ചെയർമാൻ, PT പ്രദീപ് കുമാർ സെക്രട്ടറി, K അബ്ദുൽ നാസർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ബാങ്കുകളിൽ പഞ്ചദിനവാരം നടപ്പിലാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ സെന്റ് ആഗ്നസ് ദേവാലയത്തിൽ വിശുദ്ധ ആഗ്നസിൻ്റെയും വിശുദ്ധ സെബസ്റ്റ്യോനസിൻ്റെയും തിരുനാൾ ആഘോഷത്തിന് ഞായറാഴ്ച തുടക്കമാകും. ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 11-ന് ഞായറാഴ്ച ഇടവക ദിനവും 18-ന് ഞായറാഴ്ച തിരുനാൾ ദിനവുമായി ആഘോഷിക്കും. ഷൊർണൂർ സെന്റ് ആഗ്നസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ ആഗ്നസിൻ്റെയും രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യനോസിൻ്റെയും സംയുക്ത തിരുനാളാണ് ജനുവരി 13 മുതൽ 19 വരെ തീയതികളിൽ ആചരിക്കുക. തിരുനാളാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ദേവാലയത്തിൽ പൂർത്തിയായി. 11-ന് ഞായറാഴ്ച ഇടവക ദിനത്തിൽ വൈകിട്ട് 4 മണിക്ക് തിരുനാൾ കൊടിയേറ്റം നടക്കും. ആഘോഷമായ വിശുദ്ധ കുർബാന 5:30-ന് ഇടവക ദിനാചരണവും ഭക്ത സംഘടനകളുടെ വാർഷികവും നടക്കും. 12 മുതൽ 16 വരെ വൈകിട്ട് 5 മണിക്ക് വിശുദ്ധ കുർബാന, നൊവേന എന്നിവയും നടക്കും. 17-ന് ശനിയാഴ്ച 4 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാന, പ്രസംഗം, സീജോ കാരിക്കാട്ടിൽ നടത്തുന്ന സന്ദേശം, വൈകിട്ട് 5:30-ന് കുരിശടിയിലേക്ക് പ്രദക്ഷിണം എന്നിവയും നടക്കും. തിരുനാൾ ദിനമായ 18-ന് ഞായറാഴ്ച രാവിലെ 8-ന് അമ്പെഴുന്നള്ളിപ്പ്, വൈകിട്ട് 4-ന് ആഘോഷമായ തിരുനാൾ കുർബാന, വൈകിട്ട് 5:30-ന് പൊതുവാൾ ജംഗ്ഷനിലേക്ക് തിരുനാൾ പ്രദക്ഷിണം എന്നിവയും നടക്കും. 19-ന് തിങ്കളാഴ്ച രാവിലെ 7-ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും ഇതോടനുബന്ധിച്ച് നടത്തും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചരമം. കോട്ടായി പെരുങ്കുളങ്ങര പ്രശാന്തി നിവാസിൽ കൃഷ്ണൻകുട്ടി നിര്യാതനായി. 63 വയസ്സായിരുന്നു. ഭാര്യ ശോഭന. മക്കൾ പ്രേംശങ്കർ, ഡോക്ടർ പ്രവീണ ശങ്കർ, മരുമക്കൾ ഡോക്ടർ ജിതേഷ് രാജൻ, അഞ്ജലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാദമായ മാറാട് പരാമർശത്തിൽ ജമാഅത്തെ ഇസ്ലാമി അയച്ച വക്കീൽ നോട്ടീസിനോട് പ്രതികരിച്ച് മുതിർന്ന CPM നേതാവ് AK ബാലൻ. മാപ്പ് പറയാനോ നഷ്ടപരിഹാരം നൽകാനോ മനസ്സില്ല. കേസും കോടതിയും ജയിലും ഉത്തരിയല്ലെന്നും വക്കീൽ നോട്ടീസിലെ ആക്ഷേപങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും AK ബാലൻ. മലയാള ഭാഷാ ബിൽ സംബന്ധിച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രസ്താവന അപകടകരമെന്ന് മന്ത്രി MB രാജേഷ്. ബിൽ ഭാഷാ ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന പ്രസ്താവന സിദ്ധരാമയ്യ തിരുത്തണം. ബുൾഡോസർ രാജിനെതിരെ കേരളം പ്രതികരിച്ചതിന്റെ പ്രതികാരമാണ് കർണാടക മുഖ്യമന്ത്രിയുടെ പരാമർശമെന്നും MB രാജേഷ്. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഉയർന്ന താമര വിവാദത്തിന് പരിസമാപ്തി. ഒരു വേദിക്ക് താമര എന്ന് പേരിട്ടു. കുട്ടികളുടെ പരിപാടിയായതുകൊണ്ട് കലോത്സവം മികച്ച രീതിയിൽ നടക്കണമെന്നും ഇക്കാര്യത്തിൽ വഴക്കിനും വെല്ലുവിളിക്കുമില്ലെന്നും മന്ത്രി V ശിവൻകുട്ടി. തീരുമാനത്തെ സ്വാഗതം ചെയ്ത് BJP. ഈ വാർത്ത വിളിച്ച് അവസാനിച്ചു. നന്ദി, നമസ്കാരം.